സ്റ്റുഡൻസ്. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ട് മോട്ടിവേഷൻ തിയറീസ് ആണ്. മെക്കലൻഡ് നീഡ് തിയറിയും ആൽഡിഫേഴ്സ് ERG തിയറിയും. ഓക്കെ, സോ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും മോട്ടിവേഷൻ തിയറീസ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ്. എല്ലാ വർഷവും തന്നെ ഈ ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അത് പല രീതിയിൽ ചോദിക്കാം. ഇപ്പം നിങ്ങളോട് ഒരു പെർട്ടിക്കുലർ തിയറി ബേസ് ചെയ്ത് ചോദിക്കാം, അതല്ലെങ്കിൽ നമ്മളോട് ലാസ്റ്റ് ടൈം ചോദിച്ച രീതിക്ക് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ പോലെ ഒരു സൈഡിൽ തിയറീസും മറ്റൊരു സൈഡിൽ അതിൻ്റെ പ്രൊപ്പോണ്ടേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ അങ്ങനെ പലതരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. സോ ഏതായാലും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക മെക്കലൻഡ് നീഡും ആൽഡിഫേഴ്സ് ERG തിയറിയും മാത്രമായിരിക്കും. സോ നമുക്ക് നോക്കാം. So the first one is Mackellon's need theory. എന്താണ് Mackellon's need theory? നമ്മൾ മാസ്ലോയുടെ ഹയറാർക്കി നീഡൊക്കെ പറയുന്ന പോലെ തന്നെ ഇവിടെയും നമ്മൾ നീഡ്സിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ മെയിൻലി നമ്മൾ 3 നീഡ്സുകളാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു കോണ്ടന്റ് തിയറിയാണ്. സോ കോണ്ടന്റ് തിയറീസിലൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു എംപ്ലോയിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ ആസ് പെർ മെക്കലൻഡ് നീഡ് തിയറി 3 നീഡുകൾ അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എംപ്ലോയീസിനെ നമുക്ക് ഈ ഒരു 3 നീഡ്സ് കാറ്റഗറിയിലേക്ക് തിരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പം ഒരു വ്യക്തിയുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇഷ്ടമില്ലാത്തൊരു കാര്യത്തേക്ക് അവരെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് അവരൊരിക്കലും മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം ആ ഒരു 3 രീതികളാണ് നമ്മളിവിടെ പറയുന്നത്. സോ അണ്ടർസ്റ്റാൻഡിങ് മെക്കലൻഡ് നീഡ് തിയറി can help the managers to identify employee needs which give them the ability to place their employees in situation where they can thrive and reach their goals. അതായത് എവിടെ ഒരു എംപ്ലോയിയെ നമ്മൾ പ്ലേസ് ചെയ്താലാണ് ആ ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് മാക്സിമം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നമുക്ക് മാക്സിമം മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു തിയറിയിൽ പറയാനായിട്ട് ശ്രമിക്കുന്നത്. സോ പൊതുവെയുള്ള മെക്കലൻഡ് നീഡ് തിയറിയിലുള്ള 3 ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? പവർ, അഫിലിയേഷൻ, അച്ചീവ്മെന്റ്. ഓക്കെ, നീഡ് ഫോർ പവർ, നീഡ് ഫോർ അഫിലിയേഷൻ ആൻഡ് നീഡ് ഫോർ അച്ചീവ്മെന്റ്. സോ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം എന്താണ് ഈ ഓരോ നീഡ്സിലും ഡിസ്കസ് ചെയ്യുന്നതെന്ന്. സോ സ്റ്റാർട്ടിങ് വിത്ത് ദ ഫസ്റ്റ് വൺ, നീഡ് ഫോർ അഫിലിയേഷൻ. അതായത് ചില എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ഗ്രൂപ്പിലേക്ക് അവരെ അസൈൻ ചെയ്യുമ്പോഴാണ്. അതായത് ഒറ്റയ്ക്ക് അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. അവരൊരു ഗ്രൂപ്പിൽ പ്ലേസ് ചെയ്ത് അവർ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യും അല്ലേ. നമ്മൾ പറയില്ലേ, മുന്നോട്ട് നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്യാൻ അവർക്കൊരു മടി കാണും എന്നേ കാണുള്ളൂ, പക്ഷെ അവർ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അവരൊരു നല്ല ഗ്രൂപ്പിൽ പ്ലേസ് ചെയ്താലാണ് നമുക്ക് അവരിൽ നിന്നുള്ള നല്ല റിസൾട്ട് കിട്ടുന്നത്. അതേസമയം അയാളെ ഒറ്റയ്ക്ക് ഒരു വർക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാളെ ഒരു ഗ്രൂപ്പിലും അല്ലാതെ അയാളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളിൽ നിന്ന് അത്രത്തോളം റിസൾട്ട് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. So let's see. The affiliate theory proposes that human desire to belong to a group and feel accepted by other people. So help managers to identify if an employee might work well on team and grow from the experience. അപ്പോൾ ഒരു ടീമായിട്ട് അവരെ വെക്കുമ്പോഴായിരിക്കും അവർ ഏറ്റവും നല്ല പെർഫോമൻസ് കിട്ടുന്നത്. സോ ആ തരത്തിലുള്ള എംപ്ലോയീസിന്റെ നീഡ് എന്ന് പറയുന്നത് എന്താണ്? നീഡ് ഫോർ അഫിലിയേഷൻ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഗ്രൂപ്പിൽ തന്നെ അസൈൻ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി മറ്റൊരു കാറ്റഗറി ഓഫ് എംപ്ലോയീസ് എങ്ങനെയായിരിക്കും? നീഡ് ഫോർ അച്ചീവ്മെന്റ്. എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള എംപ്ലോയീസിനെയാണ് നമ്മൾ നീഡ് ഫോർ അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ പറയുന്നത്. ഓക്കെ, സം എംപ്ലോയീസ് നാച്ചുറലി സ്ട്രൈവ് ടു ബിക്കം successful and important. These individuals may be competitive and maintain a high standard for their work ethic, and they typically have a strong desire for recognition after completing a task and may ask for feedback on their പെർഫോമൻസ്. അപ്പോൾ ചില വ്യക്തികൾ എങ്ങനെയായിരിക്കും? അവർക്ക് നമ്മൾ ചെയ്യുന്ന വർക്കൊക്കെ ആൾക്കാർ അംഗീകരിക്കുന്നുണ്ട്, അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചെയ്ത വർക്കിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. സോ അങ്ങനെയുള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ അങ്ങനെ വേണം ട്രീറ്റ് ചെയ്യാൻ. അവരെ കൃത്യമായിട്ട് അവർ ചെയ്ത നല്ല കാര്യങ്ങളെ നമ്മൾ എടുത്തു പറയുകയും, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്ത കാര്യങ്ങൾ നന്നായി, അങ്ങനെ ഒരു പ്രോപ്പർ ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ അവർ കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യും, അല്ലെങ്കിൽ അവർ കുറച്ചുകൂടി മോട്ടിവേറ്റഡ് ആകും. സോ അങ്ങനെയുള്ള കാറ്റഗറീസ് ഓഫ് എംപ്ലോയീസിനോട് നമ്മൾ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ട് വേണം അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവരെപ്പോഴും എന്തെങ്കിലും അച്ചീവ് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും ശ്രമിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ആൻഡ് ഫൈനലി, നീഡ് ഫോർ പവർ. ഈ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് കുറച്ച് ഒരു പവർ, അല്ലെങ്കിൽ അവർ പറയുന്ന ആൾക്കാർ കേൾക്കുന്ന ഒരു ലീഡർ റോള് പ്ലേ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും നീഡ് ഫോർ പവറിൽ വരുന്നത്. ഓക്കെ,
So some employees are interested in influencing others and making an impact on their co-workers and positively affecting the workplace. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം കൂടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഒരു കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതുപോലെ തന്നെ എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കുക, അതൊക്കെയാണ് ആ ഒരു കാറ്റഗറി ഓഫ് എംപ്ലോയീസിന്റെ സന്തോഷം എന്ന് പറയുന്നത്. These types of employees usually enjoy leading groups of people, distributing tasks and coordinating events. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഗ്രൂപ്പിനെ ലീഡ് ചെയ്യും. നമുക്കറിയാം, ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് തിരിക്കുമ്പോൾ അവർക്കൊരു ഗ്രൂപ്പ് ലീഡറൊക്കെ കാണും അല്ലേ. അപ്പോൾ അങ്ങനെ ലീഡറായിട്ട് നിന്ന് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതറിഞ്ഞു ഓരോ വ്യക്തികളുടെയും താല്പര്യം ഓരോന്നാണ്. നമ്മൾ ആദ്യം പറഞ്ഞു നീഡ് ഫോർ അഫിലിയേഷൻ. അപ്പം അങ്ങനെ ഒരു നീഡുള്ള വ്യക്തിയെ നമ്മൾ ഒരിക്കലും ലീഡർ ആക്കുന്നതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവത്തില്ല. പക്ഷേ നീഡ് ഫോർ പവർ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ നമ്മൾ ലീഡർ ആക്കുമ്പോഴാണ് ആ ഓർഗനൈസേഷനും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയും ആ ഒരു എംപ്ലോയി കുറച്ചുകൂടി മോട്ടിവേറ്റഡ് ആവുകയും ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു ഓർഗനൈസേഷനിൽ പലതരത്തിലുള്ള എംപ്ലോയീസ് ഉണ്ടായിരിക്കും. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള നീഡായിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ആ നീഡുകളെ നമ്മൾ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു. അതെങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു തിയറി പറയുന്നത് മെക്കലൻ്റെ 3 നീഡ്സിൽ? അതിൽ 3 നീഡുകളാണുള്ളത്: അഫിലിയേഷൻ, അച്ചീവ്മെൻറ്റ്, പവർ. അഫിലിയേഷനിലുള്ളവർക്ക് എപ്പോഴും ഒരു ഗ്രൂപ്പിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യാനും, അച്ചീവ്മെൻറ്റിലുള്ളവർക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കുക, അംഗീകരിക്കുക എന്നുള്ളതിൽ താല്പര്യമുള്ളവരും, ആൻഡ് പവറിലേക്ക് വരുമ്പോൾ അവരെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുക, അതിലൊക്കെ താല്പര്യപ്പെടുന്നവരുമാണ്. അപ്പോൾ ഓരോ എംപ്ലോയീസും ഏത് നീഡാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഏത് നീഡ് കാറ്റഗറിയിൽ പെടുന്നവരാണോ അതിനെ അതനുസരിച്ച് പ്ലേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് അവരിൽ നിന്ന് കിട്ടുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന മോട്ടിവേഷൻ തിയറീസിൻ്റെ ഒക്കെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, സോ മൂവിങ് ടു ഈ ഒരു പവർ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാം. They may attempt to motivate their co-workers to achieve short-term and long-term goals. Allowing these employees to apply their leadership skill can generate feeling of motivation in large group of employees, which can lead to job satisfaction. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ. അവരുടെ ഒരു ലീഡർഷിപ്പിനെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ അതിനാണ് അവർ കംപ്ലീറ്റ്ലി പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ വളരെ പ്രധാനപ്പെട്ട 3 നീഡ്സ് ആണ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. നീഡ് തന്നെ നമ്മളോട് ചോദിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ നീഡിന്റെ എക്സ്പ്ലനേഷൻ തന്നിട്ട് ഇത് ഏത് നീഡുമായിട്ട് കണക്ട് ചെയ്താന്ന് ചോദിക്കാം. അങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള മോട്ടിവേഷൻ തിയറി എന്ന് പറയുന്നത് ആൽഡിഫേഴ്സ് ERG തിയറിയാണ്. സോ ആൽഡിഫേഴ്സ് ERG തിയറിയിലും ശരിക്കും പറഞ്ഞാൽ മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയാണ് ഈ ഒരു ആൽഡിഫേഴ്സ് ERG തിയറിയും വരുന്നത്. നമുക്ക് പക്ഷേ നമുക്കറിയാം അവിടെ നമ്മളൊരു 5 ലെവലിൽ പറഞ്ഞത് ഇവിടെ നമ്മൾ 3 ലെവലായിട്ട്, അതായത് ഇവിടെ ഒരു 3 നീഡ്സുകളാണുള്ളത്. ERG, എക്സിസ്റ്റൻസ്, റിലേറ്റഡ്നെസ്, ഗ്രോത്ത്, 3ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഹി റീകാറ്റഗറൈസ്ഡ് മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് ഇൻടു 3 simpler and broader classes of needs, which include existence, relatedness, and growth. So we'll start with existence needs. And the existence needs നമ്മൾ മാസ്ലോയുടെ വളരെ ബേസിക് ആയിട്ട് ഡിസ്കസ് ചെയ്തു പോയ നീഡ്സ് തന്നെയാണ് എക്സിസ്റ്റൻസ് നീഡ്സ് എന്ന് പറയുന്നത്. സോ ദീസ് ഇൻക്ലൂഡ് നീഡ് ഫോർ ബേസിക് മെറ്റീരിയൽ നെസസിറ്റീസ്. സോ ഇൻ ഷോർട്ട് ഇറ്റ് ഇൻക്ലൂഡ്സ് ആൻ ഇൻഡിവിജ്വൽസ് ഫിസിയോളജിക്കൽ ആൻഡ് ഫിസിക്കൽ സേഫ്റ്റി നീഡ്സ്. ഓക്കെ, 2 നീഡുകളും നമുക്ക് ആക്ച്വലി എക്സിസ്റ്റൻസ് നീഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നത്. വളരെ ബേസ് ആയിട്ട് നിലനിന്ന് പോകാൻ ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏത് നീഡ്സിൽ പറയുന്നത്? എക്സിസ്റ്റൻറ്റ് നീഡ്സിൽ പറയുന്നത്. ആൻഡ് റിലേറ്റഡ് നീഡ്സിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി സോഷ്യൽ നീഡ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. These include the aspiration of individuals have for maintaining significant interpersonal relationship, be with family, peers, superior, so getting a public fame, recognition, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ റിലേറ്റഡ് നീഡ്സിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ്, മാസ്ലോയുടെ സോഷ്യൽ നീഡ്സും അതുപോലെ തന്നെ എസ്റ്റീം നീഡ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ചില, അതായത് എക്സ്റ്റേണൽ കമ്പോണന്റിന്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എസ്റ്റീം നീഡ്സുകളും നമ്മൾ ഈ ഒരു റിലേറ്റഡ് നീഡ്സിൽ തന്നെയാണ് കണക്കാക്കുന്നത്. മറ്റ് എസ്റ്റീം നീഡ്സിന്റെ പാർട്ടിൽ, അതായത് ഇന്റേണലി ജനറേറ്റ് ചെയ്ത് വരുന്ന എസ്റ്റീം നീഡ്സിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫൈനൽ നീഡ്, ഗ്രോത്ത് നീഡ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ റിലേറ്റഡ് നീഡ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, നമ്മുടെ സോഷ്യൽ നീഡ്സ് അല്ലെങ്കിൽ ബിലോങ്ങിങ് നീഡ്സും വരും. അതുപോലെ തന്നെ എസ്റ്റീം നീഡ്സിന്റെ, മാസ്ലോയുടെ എസ്റ്റീം നീഡ്സിന്റെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഈ പറയുന്ന എസ്റ്റീം നീഡ്സുകളും ഇൻക്ലൂഡ് ചെയ്യും. ആൻഡ് ഫൈനലി ഗ്രോത്ത് നീഡ്സ്. ദീസ് ഇൻക്ലൂഡ് നീഡ് ഫോർ സെൽഫ് ഡെവലപ്മെന്റ്. ഓഫ് കോഴ്സ് സെൽഫ് ആക്ച്വലൈസേഷൻ ഇവിടെയാണ് വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ മാസ്ലോ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് ആൻഡ് ഇൻട്രിൻസിക് കമ്പോണന്റ് ഓഫ് എസ്റ്റീം നീഡ്സ്. അതായത് എക്സ്റ്റേണൽ അല്ലാത്ത ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെയാണ് നമ്മൾ എസ്റ്റീം നീഡ്സിന്റെ കണക്കാക്കുന്നത്? ഗ്രോത്ത് നീഡ്സ്. അതായത് ഒരു വ്യക്തിക്കുള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ കണക്കാക്കുന്നത്, എസ്റ്റീം നീഡ്സ് കണക്കാക്കുന്നത് ഗ്രോത്ത് നീഡ്സിലാണ്.
ഓക്കെ, അപ്പം നമ്മൾ ഇതിന് മുമ്പ് പഠിച്ച നീഡിനെ തന്നെ ബേസ് ചെയ്താണ് നമ്മൾ ഈ പറഞ്ഞത്. ജസ്റ്റ് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഓർത്തിരുന്നാൽ മതി. എക്സിസ്റ്റൻസ്, റിലേറ്റഡ്നെസ്, ഗ്രോത്ത്. എക്സിസ്റ്റൻസിൽ നമ്മുടെ ബേസിക് നീഡ്സ് മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. റിലേറ്റഡ് ആ ബേസിക് 2 ലെവൽസ്. റിലേറ്റഡ് നീഡ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ബിലോങ്ങിങ് നീഡ്സ് അല്ലെങ്കിൽ സോഷ്യൽ നീഡ്സും ഇൻക്ലൂഡ് ചെയ്യും. അതുപോലെ തന്നെ എക്സ്റ്റേണൽ കമ്പോണൻസ് ഉള്ള അല്ലെങ്കിൽ എക്സ്റ്റേണൽ കമ്പോണൻസ് എഫക്റ്റ് ചെയ്യുന്ന എസ്റ്റീം നീഡ്സുകളും കൂടി ആഡ് ചെയ്യും. ആൻഡ് ഫൈനലി ഇന്റേണൽ കമ്പോണൻസ് എഫക്റ്റ് ചെയ്യുന്ന എസ്റ്റീം നീഡ്സ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത് എവിടെ വരും? ഗ്രോത്ത് നീഡ്സ് വരും. ഓക്കെ, സോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത വളരെ പ്രധാനപ്പെട്ട 2 കോണ്ടന്റ് തിയറീസ് ആണ്. സോ നിങ്ങൾ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതുപോലെ ഓരോ തിയറീസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. കോണ്ടന്റ് തിയറീസിൽ നിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കോണ്ടന്റ് തിയറീസും നമ്മൾ കൃത്യമായിട്ട് അടുത്ത എക്സാമിന് മുമ്പ് പഠിച്ചു തീർക്കുവാനായിട്ട് ശ്രമിക്കുക. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ഹെൽപ്പ് യു ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.